ഡിസ്കസ് ചെയ്യുന്ന നിഫ്റ്റി 50 ആണ്. നിഫ്റ്റി 50യുടെ ചാർട്ടിൽ നിങ്ങൾക്ക് ഇവിടെ നിഫ്റ്റി 50 23,020 ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ട് തിരിച്ച് 23,020 എബോ, അതായത് 23,161 ആണ് നമുക്കൊരു ക്ലോസിംഗ് പ്രൈസ് ആയിട്ട് വന്നിട്ടുള്ളത്. ബട്ട് മാർക്കറ്റിൻ്റെ ഇപ്പോൾ കറണ്ട് സ്ട്രക്ചർ നോക്കിയാൽ മാർക്കറ്റ് അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ ഒന്നും കൺഫേം ആയിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം 23,200 എന്ന് പറയുന്നത് നിഫ്റ്റിക്ക് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ആ 23,200 റെസിസ്റ്റൻസ് നിഫ്റ്റി എടുക്കുവാണെങ്കിൽ, റെസ്പെക്ട് ചെയ്യുവാണെങ്കിൽ തിരിച്ച് നമുക്ക് 23,900 വരെ നിഫ്റ്റി വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് രണ്ട് പോസിബിലിറ്റി വന്നു കഴിഞ്ഞാൽ വൈൽഡ് മൂവ്സ് എന്ന് വരാൻ ചാൻസ് ഉണ്ട്. അതർവൈസ് മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്ത് വലിയ പ്രീമിയം മൊമെൻറ്റം വരാതെ തീരും. നിങ്ങൾക്ക് പ്രീമിയം രാവിലെ തന്നെ ചാർട്ടിൽ പ്രീമിയത്തിൻ്റെ മൊമെൻറ്റം സഡൻ ആയിട്ടാണ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ഹ്യൂജ് മൊമെൻറ്റം മാർക്കറ്റിലുണ്ടെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതല്ല, പ്രീമിയത്തിൻ്റെ മൊമെൻറ്റം വളരെ കുറവാണെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ച് ട്രേഡ് എടുക്കുക. സോ 23,200 എബോ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ, ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിലൊക്കെ സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ, അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് 23,300 to 23,400 വയ്ക്കാം. ആ 400 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രക്ചറൽ ബ്രേക്ക് ചെയ്തെന്ന് കൺസിഡർ ചെയ്തിട്ട് 23,500 വരെയുള്ള ഒരു ക്വിക്ക് മൊമെൻറ്റം നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 23,200 ബിലോ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിട്ട് 100-ന് താഴെയാണ് ക്ലോസ് ചെയ്ത് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ലോവർ ലോസ് ബ്രേക്ക് ചെയ്ത് 22,900 22,800 വരെയുള്ള ടാർഗറ്റ് പ്രതീക്ഷിക്കാം. ഇതാണ് എൻ്റെ മാർക്കറ്റ് വ്യൂ. ഹാവ് എ നൈസ് ഡേ ഗൈസ്. ബൈ.